ഹായ് കൂട്ടുകാരെ, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ഓവനിൽ ഒരു ഐറ്റം ഉണ്ടാക്കാൻ കരുതി വന്നതാണ് കേട്ടോ. എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞുള്ള ക്ഷീണത്തിലായിരിക്കും അല്ലേ. ലീവൊക്കെ കഴിഞ്ഞ് എല്ലാവരും ജോലിക്ക് പോകാനൊക്കെ തുടങ്ങി കാണും. അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ സ്കൂൾ തുറക്കാറായി. അങ്ങനെ ഓണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു അല്ലേ. എനിക്ക് പക്ഷേ ഓണത്തിന് ഒരു രണ്ടാഴ്ചയല്ല ഓരോരാഴ്ച മുമ്പ് എനിക്ക് പനി അടിച്ചു കേട്ടോ. ഓണത്തിനൊക്കെ പനിയായിരുന്നു. പിന്നെ ഉത്രാടം തിരുവോണമൊക്കെ ഒരു വിധത്തിലൊന്ന് തള്ളി നീക്കി പോകുമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കിടപ്പായിപ്പോയി. ഇപ്പം ഏകദേശം എല്ലാം ഒന്ന് കുറഞ്ഞ് ഒന്ന് എണീറ്റ് വന്നിരിക്കുക. അപ്പം ഞാൻ കരുതി നമ്മുടെ ഓവൻ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാന്നേ. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചു. ഒരു 2-2.5 കിലോ ഉള്ളൊരു കോഴിയെ വാങ്ങിച്ചിട്ട് അത് ഡ്രസ്സ് ചെയ്തൊക്കെ എടുത്തപ്പോൾ ഒരു 1.5 കിലോ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ മുറിക്കാതെ ഫുൾ ചിക്കനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണേ. അപ്പോൾ അതുകൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാനാണ് ഞാൻ കരുതുന്നത്. അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വെറുതെ ഒരു ഇതുണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരു പ്രത്യേക വിഭവമൊന്നുമല്ല. എനിക്ക് മനസ്സിൽ തോന്നിയ കണക്ക് ഞാനൊരു ഡിഷ് ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ കരുതി എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നില്ല, നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാവുന്നേ. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ അതൊന്ന് കണ്ടാലോ. ആ ചിക്കനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. ഒരു ഫോർക്ക് ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് കുത്തി ഒന്ന് വരഞ്ഞുമൊക്കെ കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് മസാല അതെല്ലാം തേച്ച് പിടിപ്പിക്കണം. അപ്പം മസാലയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് പൊടികളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആദ്യം നമുക്ക് ഇതൊന്ന് വരഞ്ഞെടുക്കാവേ. ആദ്യം ഞാൻ ഒരു ഫോർക്ക് കൊണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് കുത്തി ഒന്ന് ഇതാക്കാവേ. അതിന് ശേഷം നമുക്ക് ഒന്ന് വരഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാവേ. വേറൊരു കാര്യം പറയട്ടെ, ഞാനെന്നൊരു വലിയ കാര്യം എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഗൗരിയൊക്കെ ഇരിക്കുന്നത്. ഇതെങ്ങനാവും എന്താവും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ ഇന്നിവിടെ ഗൗരി ശരിയാക്കും. കാരണം ഗൗരി എന്തോ ഒരു നല്ല സംഭവം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ചെയ്ത് നോക്കിയാൽ മാത്രമേ ഞാനിത് ചെയ്യുന്നത് ശരിയാവുമോ എന്ന് എനിക്കറിയത്തുള്ളൂ. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയേ. നന്നായിട്ട് നമുക്കങ്ങ് വരഞ്ഞു കൊടുക്കാം. ഓവൻ വാങ്ങിച്ചപ്പോഴേ ഓണക്കാലമായത് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മീനും ഇറച്ചിയൊന്നും വാങ്ങിക്കുന്നില്ലായിരുന്നു 10 ദിവസം. ഓണം അത്തം മുതൽ 10 ദിവസം. അപ്പം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തൊട്ട് വിചാരിക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. കേക്കൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടാക്കിയില്ല. അപ്പോൾ മോൻ വരുമെന്ന് പറഞ്ഞിരുന്ന കാരണം ഞാൻ വിചാരിച്ചു അവൻ വരുമ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും കേക്ക് ഉണ്ടാക്കി അവനൂടെ കൊടുക്കാം. ഇതിനു മുമ്പ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഓവനില്ലാതെ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ കരുതി ഇത്തവണ ഓവനൊക്കെ വാങ്ങിച്ചല്ലോ, അന്നേരം അവൻ വരുമ്പം ഒരു അടിപൊളി കേക്കൊക്കെ ഉണ്ടാക്കി അവന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവൻ ഇൻറ്റേർണലായത് കാരണം അവന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉത്സാഹമൊക്കെ അങ്ങ് പോയി. അവൻ വരുന്നില്ലെന്ന് കൂടെ കേട്ടപ്പോൾ. പിന്നെ പനി കൂടെ പിടിച്ചപ്പോൾ പറയാനും ഇല്ല. പനി കൂടെ പിടിച്ചപ്പോഴത്തേക്കും എല്ലാം വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതേൽ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ അതൊന്ന് കാണിക്കാം കേട്ടോ. അതിനു വേണ്ടി ഞാൻ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുവാണ്. അതുപോലെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 സ്പൂൺ ഗരം മസാല. അത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാട്ടോ. ഈ പൊടികൾ എല്ലാം തന്നെ കുരുമുളക് ഒഴികെ ബാക്കി എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂൺ തൈര് കൂടാണ്. സ്വല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഒരു സ്പൂൺ. അതുപോലെ ഒരു 1.5 സ്പൂൺ നാരങ്ങ നീരൂടെ ചേർക്കുവാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതാ
ചിക്കനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കും. അപ്പം നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാനിങ്ങനെ ഈ ഒരു ഫുൾ ചിക്കനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇതുവരെയായിട്ടും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. അപ്പം ആ ഒരു ത്രില്ലാട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നു, എങ്ങനെയാകും എന്നൊക്കെ അറിയാം. ഇതിനെക്കുറിച്ച് ഒരു വക അറിയാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കാം ഏതായാലും. ഞാൻ ആ ചിക്കനിൽ അതെല്ലാം ആ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഞാനിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് ഒരു 6 മണിക്കൂർ വെക്കാൻ പോവാം കേട്ടോ. 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ചിട്ട് 6 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് എടുത്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ്, തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, ഒരു തണ്ട് കരിവേപ്പില, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കാവേ. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ഇച്ചിരി ബട്ടർ ഇട്ടേ. ഇനിയിപ്പോൾ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. നമുക്ക് ഇതിലോട്ട് ആദ്യം ഈ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാവേ. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാവേ. പിന്നെ നമുക്ക് ഈ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാവേ. ഒത്തിരി വഴന്ന് പോകണ്ട, എന്നാലും ഈ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്, എന്നാലും ഈ ക്യാരറ്റും ക്യാപ്സിക്കും ഒന്ന് പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആ തക്കാളിക്ക ചേർത്ത് കൊടുക്കാവേ. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്വല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഈ ഉരുളക്കിഴങ്ങിലും വെജിറ്റബിൾസിനൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാം. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്വല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങി വെക്കാവേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളേ. നമ്മളിതിൽ മസാല ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്നതല്ലേ. അപ്പം നമുക്ക് ഇതിൽ വലുതായിട്ട് മസാല ചേർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞ് അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വഴറ്റി എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇല്ലേ, അത് നമുക്ക് ഈ ചിക്കനകത്തോട്ടൊന്ന് നിറച്ച് കൊടുക്കാവേ. നമുക്ക് ഇതിനകത്തോട്ട് ഇതൊന്ന് നിറച്ച് കൊടുക്കാവേ. ഞാൻ ഇതിനകത്തൊരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് ആ മുട്ട കൂടെ ഒന്ന് നിറച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ സൈഡൊന്ന് തയ്ച്ച് വെക്കുവാണേ. എനിക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കുക മാത്രമാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. ഞാൻ സത്യം പറഞ്ഞാൽ ആ വെജിറ്റബിൾസ് എടുത്തപ്പോൾ അത് മുഴുവൻ ഇതിനകത്ത് കൊള്ളിക്കാമെന്ന് വിചാരിച്ചതേ. പക്ഷേ അത് ഇതിനകത്ത് കൊണ്ടില്ല. ഞാൻ ആ ചിക്കനകത്തോട്ട് നമ്മളെ എടുത്ത് വെച്ച വെജിറ്റബിൾസിൽ നിന്ന് പകുതി അതിനകത്ത് വെച്ചു. അതുപോലെ ഒരു 3 മുട്ടയും വെച്ച് നിറച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തയ്ച്ച് നൂല് കൊണ്ടൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ കാലെല്ലാം കെട്ടി വെച്ചിരിക്കുവാണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതെൻ്റെ സ്വന്തം ഐഡിയ ആണ്. ഇതെങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ഒരു പരീക്ഷണമാണ്. ഇത് പൊട്ടിയാൽ ഇന്ന് ഗൗരി എന്നെ തട്ടും, ഒരു സംശയമില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് കരുതിയേ. കുക്കറിനകത്ത്
ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചിക്കൻ ഈ കുക്കറിനകത്തേക്ക് ഒന്ന് ഇറക്കി വെച്ച് അത് ഒരു ചെറിയ തീയിലിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കാവേ. നമുക്ക് ചിക്കൻ ഇങ്ങനെ മുട്ടിയിരിക്കുമ്പോഴേ അവിടെ വെളിച്ചെണ്ണ ഇങ്ങനെ എണ്ണയുടെ മയം ഉണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ പിടിക്കാതിരിക്കുമല്ലോ, അതിന് വേണ്ടിയാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തോട്ട് ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ. ചെറുതായിട്ടൊന്ന് ആവി വരുന്നവരെ നമുക്ക് വെയിറ്റ് ഇടാതെ ഒന്ന് അടുപ്പത്ത് വെക്കാം. അതിനുശേഷം ചെറിയ രീതിക്ക് ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് ഒരു 2 കൂവ് കൂവിക്കാവേ. ഞാൻ എന്നിട്ട് ചെറിയ തീയിലാണ് കേട്ടോ ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്, ചെറിയ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ. ചെറിയ രീതിക്ക് ആവി വരാൻ തുടങ്ങി കണ്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇട്ട് കൊടുക്കാവേ വെയിറ്റ്. ഈ കുക്കർ 2 വിസിൽ വന്നായിരുന്നേ. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയിരിക്കുവാണേ. നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെ ആയി എന്നറിയണമല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. നമ്മളോട് സ്വല്പം പോലും വെള്ളം വെക്കാതല്ലേ ഇതെടുത്തത്, പക്ഷേ അകത്ത് സ്വല്പം വെള്ളമുണ്ട്. കണ്ടോ, കാണാവോ. ഇനിയിപ്പോൾ നമുക്കിത് ഇതിനകത്തുനിന്നൊന്ന് മാറ്റണം. പക്ഷേ ഇത് ആറാതെ ഇതിനകത്തുനിന്ന് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. ആദ്യം നമുക്ക് ഈ വെള്ളം ചാറൊന്ന് നമുക്ക് ഊറ്റി മാറ്റാവേ. അതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം. ഞാൻ അത് വേവിച്ച കുക്കറിനകത്തുനിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇച്ചിരി പാടുപെട്ടു കേട്ടോ എടുക്കാനായിട്ട്, എന്നാലും ഞാനതിൽ വിജയിച്ചു. ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ റെഡിയായിട്ട് കിട്ടി. ഇനിയിപ്പം നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തുകൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കാം. ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണേ. അപ്പം ഞാൻ അതിന് മുമ്പ് ഇച്ചിരി ബട്ടർ ഇതിൻ്റെ മേലിലൊന്ന് പുരട്ടി കൊടുക്കുവാണേ. എല്ലാ സൈഡിലും എത്തുന്ന വിധത്തിലൊന്ന് പുരട്ടിയിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്യാൻ വെക്കാവേ. ഇതെല്ലാം ബട്ടറൊക്കെ നമ്മൾ പുരട്ടിയേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ടൊന്ന് എടുത്ത് വെക്കാം. ഇതാ ഓവനകത്ത് മുഴുവൻ നിറയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇത്രയും വെക്കാവോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം. അത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. സലാഡിന് വേണ്ടി നമ്മൾ ക്യാരറ്റും അതുപോലെ സവാളയും അതുപോലെ കുക്കുംബറും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് സ്വല്പം ഉപ്പും നാരങ്ങാനീരും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് എന്തോ പേരിടേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് ഗ്രിൽഡ് ചിക്കൻ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാനിത് കുക്കറിനകത്തുനിന്ന് വേവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിനകത്ത് നമ്മൾ ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് വഴറ്റി ചേർത്ത് അതൊന്ന് തുന്നി ചേർത്തൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കനകത്ത് നമ്മൾ വെജിറ്റബിൾസ് നിറച്ചിട്ടുമുണ്ട്. അപ്പൊ എന്ത് പേര് ഇതിന് ഇടേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയ പോലെ ഒരു ചിക്കൻ്റെ ഒരു ഡിഷ് ഉണ്ടാക്കി, അത്രേ ഉള്ളേ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊരു പേര് പറയാൻ പറ്റുമെങ്കിൽ പറയണം കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. ഇതിന്റെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇനി കഴിച്ചു നോക്കിയാലല്ലേ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനിത് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം കൂടെ പറയാം. നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതാണെന്ന് പറയത്തുള്ളൂ കേട്ടോ. നല്ലതാണെങ്കിൽ നിങ്ങളൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ നൂലൊക്കെ ഒന്ന് കണ്ടിച്ച് കളയാം. നമുക്ക് ഒന്ന് കണ്ടിച്ച് നോക്കാവേ. മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട മുറിഞ്ഞു പോകുമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം. മുറിഞ്ഞെന്നാ തോന്നുന്നത്.
ആ നൂലൂടെ കളയണം നമുക്കത്. ഇത് കണ്ടോ, നമ്മുടെ ആ വെജിറ്റബിൾസ് നിറച്ചതൊക്കെ ഇതിനകത്ത് നല്ലോണം ഇരിക്കുവാണേ. വേകുകയും ചെയ്തു, അതുപോലെ തന്നെ അത് നന്നായിട്ട് ഗ്രില്ലാവുകയും ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഗൗരിക്ക് കൊടുക്കാവേ. ചൂടുണ്ട് കേട്ടോ. ആ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് എടുക്കാം. ഇതേ കണ്ടോ, ഇനി ഗൗരിക്ക് കൊടുക്കാവേ. സൂപ്പർ. ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെ ഉണ്ടെന്നേ. അടിപൊളി കേട്ടോ.